ഓക്കെ, പെട്ടെന്ന് അനാലിസിസിലേക്ക് കയറാം. നിഫ്റ്റി 50യുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു ഇൻഡെസിഷൻ ക്യാനിലാണ് നിൽക്കുന്നത്. സോ ഇൻഡെസിഷൻ ക്യാനിൽ നിൽക്കുന്ന ഏരിയയിൽ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ട്രേഡ്സ് ഒന്നും ഇല്ല. 25,240 എന്നുള്ള ലൈൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ ദിവസം. ഞാൻ ടൈം ഫ്രെയിം മാറ്റാം ആദ്യം. ഇച്ചിരി ലേറ്റ് ആകുന്നുണ്ട് ഇന്നത്തെ ദിവസം. ഇന്നത്തെ അനാലിസിസിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് അവിടെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ഏരിയ ഇവിടുത്തെ ടെമ്പററി സപ്പോർട്ടായിട്ട് 25,040 എന്നുള്ളത് സപ്പോർട്ടായിട്ട് മേളിലേക്ക് 25,280 എന്നുള്ളത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ നിഫ്റ്റിയിലാണ് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഏരിയ ഇതിന്റെ സെന്റർ പോയിന്റ് ഉണ്ട് 25,180 എന്നുള്ളത്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി ഗ്യാപ്പ് ഡൗണിലൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യരുത്. കാരണം ഇതാണ് ഇതിന്റെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇത് തിരിച്ച് ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ചിലപ്പോൾ കയറി പോവാം, ഇല്ലെങ്കിൽ ഈ ഒരു ഏരിയയും വിട്ടുപോയാൽ തിരിച്ചൊന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറി പോകാനേ സാധ്യതയുള്ളൂ. സോ ഇതൊരു ലോങ്ങർ ടൈം ഫ്രെയിമിലെ ലൈനാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രെൻഡിന്റെ മേളിൽ തന്നെ ഇപ്പോഴും നിൽക്കുവാണ്. ചെറിയൊരു നെഗറ്റിവിറ്റി ഒന്നും ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട. മാർക്കറ്റ് നിഫ്റ്റി ബുള്ളിഷ് തന്നെ ആണ്. ഒരു ഇൻഡെസിഷൻ ക്യാൻഡിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു ക്യാൻഡിൽസ് ഇൻഡെസിഷണൽ ക്യാൻഡിൽ തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വോളറ്റൈലിറ്റി ഇല്ലായിരുന്നു. സോ ഇനി എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇന്നും വലിയ ന്യൂസസ് ഒന്നുമില്ല. വോളറ്റൈലിറ്റി ഒരു MSCI ഇൻഡെക്സിന്റെ ഒരു സംഭവം പറയുന്നുണ്ട്. HDFC ബാങ്കിൽ വെയിറ്റേജ് കൂട്ടാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വെയിറ്റേജ് കൂടുന്നതായിട്ട് ചാർട്ടിനകത്ത് കാണുന്നില്ല. നോക്കാം, അത് ഉള്ളിൽ വരുവാണെങ്കിൽ ഞാൻ ലൈവിനകത്ത് അത് കാണിച്ചു തരാം. MSCIയിൽ നമ്മുടെ വെയിറ്റേജ് കൂടുന്നുണ്ട്. HDFC ബാങ്കിന്റെ മേളിൽ വോളിയം കൂടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കയറും. സോ യൂട്യൂബ് ചാനൽ ലിങ്ക് തരാം, കുഴപ്പമില്ല. അത് ഞാൻ ഇതിന്റെ വീഡിയോ ഇടുമ്പോൾ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അർജുൻ പുതിയ ബാച്ചിലുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ഡിസിഷൻ. മാർക്കറ്റിൽ ഒരു ഇൻഡിസിഷൻ നിൽക്കുന്നു. മാർക്കറ്റിൽ ഒരു ഹൈ ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 25,280, 84 റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്സൈഡിലേക്ക് ഒരു ട്രേഡ് എടുക്കാം. ഇല്ല താഴേക്കാണെങ്കിൽ ഒരു 180ക്ക് താഴെ ചെറിയൊരു ട്രേഡേ ഉള്ളൂ. 25,40 വരെ ഒരു 120 പോയിന്റ്സിന്റെ ഒരു ലോവർ സൈഡ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമേ അവിടെ പറഞ്ഞുള്ളൂ. അടുത്ത് ബാങ്ക് നിഫ്റ്റിയിലേക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ടു ഒരു നോക്കട്ടെ. എൻ്റെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് കാണുന്നുണ്ടോ? ഞാനൊരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടിരിക്കുകയാണ്. ഈ ട്രെൻഡ് ലൈനിൽ മേളിലേക്ക് കയറിപ്പോയി, ഈ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്ത് കയറിപ്പോയി, ഇത് തിരിച്ച് വീണ്ടും ഇറങ്ങുവാണ്. സോ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും ഇത് കയറി പോവാം 51,500. മാർക്കറ്റ് സ്വിംഗ് മാർക്കറ്റ് വളരെ നല്ലൊരു സ്വിംഗ് മാർക്കറ്റാണ് സെറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. സോ അത് കണ്ടിന്യൂ ചെയ്ത് പോകാനേ സാധ്യതയുള്ളൂ. സോ ഈ ചാർട്ടിനെ വീണ്ടും ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുവാണ്. മോസ്റ്റ്ലി ഇത് തന്നെ ആവാനാണ് സാധ്യത കൂടുതൽ. നോക്കാം നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. സോ ഇതിന്റെ ലോ എന്ന് പറയുന്നത് സെയിം 51,240 എന്നുള്ളത് ഇതിന്റെ ലോ ആയിട്ടും ഈ മാർക്കറ്റിന്റെ ലോ ആയിട്ടും ഇതിന്റെ താഴെ വന്നാൽ മാത്രമേ ഒരു നെഗറ്റീവ് ഒരു ചെറിയൊരു ട്രേഡ് ഇവിടെ അടുത്ത് 51,000 ഇത് ഈ ഒരു ലൈന്, ഇല്ലെങ്കിൽ ഇതിന്റെ താഴേക്കുള്ള 51,880 എന്നുള്ള ലൈൻസ് ആണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈൻ. സോ ഇതിന് മേളിൽ നിൽക്കുവാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഷോർട്ട് ചെയ്യുന്നതേ ഇല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതേ ഇല്ല. നല്ലൊരു ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി 51,100 താഴെയാണുള്ളത്. മേളിലാണെങ്കിൽ ഓൾ ടൈം ഹൈ 440ക്ക് മേളിലാണ് യഥാർത്ഥത്തിൽ മേളിലോട്ടുള്ള ട്രേഡ്. കുറച്ചുകൂടെ സേഫ് ആയിട്ട് ഈ ക്യാൻഡിൽ തട്ടി നിൽക്കുന്നത് കാരണം 51,500 ഇല്ലെങ്കിൽ 480ക്ക് മേളിൽ വേണമെങ്കിലും ആ ഒരു ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. സേഫർ ആയിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ. സോ രണ്ടും ഇൻഡിസിഷൻ റേഞ്ചിലാണ് നിൽക്കുന്നത്. അതായത് ഈ ക്യാൻഡിൽ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്നു ഓൾമോസ്റ്റ് ചെറിയൊരു ഡോജി ആയിട്ട് ഇതിന്റെ ഡെയിലി ടൈം ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡോജി പോലെ ഉണ്ടാവാനായിരിക്കും. അതെ, ഒരു ഡോജി അല്ല, കുറച്ചുകൂടെ ലെങ്ത് ഉള്ള ഒരു ക്യാൻഡിൽ ആയിട്ടാണ് നിൽക്കുന്നത്. സോ വെയിറ്റ് ചെയ്യുക. മാർക്കറ്റിൽ ഇതുവരെ ഈ ഇന്നത്തെ ചാർട്ടിനകത്ത് ഒരു ചാർട്ടിലും ഒരു എൻട്രി കൃത്യമായിട്ട് പറയാനില്ല, ലൈൻസ് കൃത്യമായിട്ട് പറയാനുണ്ട്. 51,240 ബിലോ ഫസ്റ്റ് ഷോർട്ടിംഗ്, ഇല്ലെങ്കിൽ 51,100 ബിലോ നല്ലൊരു ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മേലിലോട്ടാണെങ്കിൽ 51,440 or 480 എബോ ഒരു അപ്സൈഡ് ട്രേഡ് കിടപ്പുണ്ട്. 51,600 ടാർഗറ്റ് ഓർ 51,720, 800 ഫൈനൽ ടാർഗറ്റ്സ്. സോ ഇത് വാച്ച് ചെയ്ത് ഇന്നത്തെ ദിവസത്തെ ട്രേഡ് മാക്സിമം അനാലിസിസ് ചെയ്യുക.
വേറെ സ്റ്റോക്സ് എന്തെങ്കിലും നോക്കണമെങ്കിൽ ഇൻട്രാഡേ സ്റ്റോക്സ് ഗ്രൂപ്പിനകത്ത് ലൈവിന്റെ ഇടയിൽ നമുക്ക് പറയാന്നുള്ളതാണ്. IGL ഒക്കെ നല്ല സ്റ്റോക്സ് ആണ്. ഞങ്ങൾ ഇടയ്ക്ക് എപ്പോഴും എടുത്തിട്ട് കൊടുത്തൊരു സ്റ്റോക്കാണ്, പക്ഷെ അതിപ്പോ നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇൻട്രാഡേയിൽ വേണമെങ്കിൽ നോക്കാന്നുള്ളതാണ്. ഇത് ഈ കയറിപ്പോയത് ഞങ്ങളുടെ ബൈയിങ് പ്രൈസ് 532 എങ്ങാണ്ടായിരുന്നു. വലിയ മൂവ്മെന്റ് കാണുന്നുണ്ട്. ലാസ്റ്റിൽ ഒഴിവാക്കിയ സ്റ്റോക്കാണ്. അപ്പൊ കേറിയില്ല, ഇപ്പൊ തിരിച്ചു വന്ന് അത് കേറുന്നുണ്ട്. തിരിച്ച് ഓൾമോസ്റ്റ് കുറച്ച് കേറിയിട്ട് തിരിച്ചു വന്നായിരുന്നു. 560 റേഞ്ചിൽ പോയിട്ട് തിരിച്ച് വീണ്ടും ഇറങ്ങി വന്നായിരുന്നു. വീണ്ടും തിരിച്ചു പോകുന്നുണ്ട്. സോ വേണമെങ്കിൽ ഇതിനെ സ്വിംഗ് ആയിട്ട് എടുക്കാന്നുള്ളതാണ്. അത്രയൊക്കെ ഉള്ളൂ. ടാറ്റ കൺസ്യൂമർ സ്വിങ് ഇതുപോലെ ഇതേ സെയിം സാധനം തന്നെയാണ്. ടാറ്റ കൺസ്യൂമർ താഴെ എടുത്ത പ്രൈസിൽ നിന്ന് മാർക്കറ്റ് ഇടയ്ക്ക് ഒന്ന് കറക്റ്റ് ചെയ്തപ്പോൾ ഒരു 1170 പോയിട്ടുണ്ടായിരുന്നു. യഥാർത്ഥ ട്രേഡ് 1200 പ്ലസ് ആണ്. 200 പ്ലസിലേക്ക് വരുന്നുണ്ട്. വേണമെങ്കിൽ സ്വിംഗ് ട്രേഡ് നോക്കുന്ന രണ്ട് വ്യക്തികൾക്ക് IGL ആൻഡ് ടാറ്റ കൺസ്യൂമർ വേണമെങ്കിൽ നോക്കാന്നുള്ളതാണ്. ഇൻട്രാഡേയിലും അത് വർക്ക് ചെയ്യുന്നതാണ് ഈ രണ്ട് സ്റ്റോക്സ്. ഓക്കെ, വേറെന്താണ്? തൽക്കാലം ഞാൻ ഇത്രയും നിർത്തുന്നു. ഒരു 8 മിനിറ്റത്തെ ലൈവ് ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും യൂസ് ആവും. ലൈവിനുള്ളിൽ ഞാൻ ഡെഫിനറ്റ്ലി ഇന്നുണ്ട്. അപ്പോൾ നമുക്ക് ലൈവ് മാർക്കറ്റിനകത്ത് നല്ല ഇൻട്രാഡേസ് കാണുവാണെങ്കിൽ പറഞ്ഞുതരാം. അഫ്സൽ ഉണ്ട് ലൈവിനകത്ത്. സോ എല്ലാവരും കൂടെ ഇന്ന് നല്ലൊരു ഡേ നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ 2 മെയിൻ കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നമ്മുടെ സ്റ്റുഡൻസ് ഗ്രൂപ്പിനകത്ത്, നമ്മുടെ ഇതുവരെയുള്ള സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പിനുള്ളിൽ കുറച്ചുകൂടെ ഒരു വ്യത്യാസം വരുത്താൻ പോവാണ്. അവിടെ നമുക്ക് ഇനി മുതൽ എല്ലാ വീക്കില് ഒരു 2 or 3 days ഇനി അവിടെ ഒരു ലൈവ് സ്ട്രീം ചെയ്യാൻ പോവുകയാണ്. മോസ്റ്റ്ലി സ്ട്രീമിങ് അങ്ങോട്ട് വരുവാണ്. രാവിലത്തെ ലൈവ് ഇവിടെ കാണും, എന്നിട്ട് അവിടെ ഒരു സ്ട്രീമിങ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കുറെ കാലമായിട്ട് ലേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ സ്റ്റുഡൻസിന്റെ ബാച്ചിനുള്ളിൽ ആ ലൈവ് കാണും. രണ്ടാമത് ബാച്ച് 9 ബിഗിനേഴ്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർക്കെങ്കിലും കയറണമെന്നുണ്ടെങ്കിൽ കയറാമെന്ന് പറഞ്ഞിരുന്നു. ഇടയ്ക്ക് ആരോ ഒരാൾ കയറിയിട്ടുണ്ട്. നൗഫൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. സോ ഇന്ന് വൈകുന്നേരം 6 o'clock വരെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. സോ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ഈ സ്ട്രീമിംഗ് ക്ലോസ് ചെയ്യണം. ഡൗട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ചോദിക്കാം. എനി ഡൗട്ട്സ്?